ഹലോ 10 PSC questions in 10 minutesലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസാന ഭാഗമാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ റീമെക്കിന്റെ നവംബർ 28-ാം തീയതി നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, The waveforms of a counter are shown in the figure below. This is a അപ്പോൾ ഇതിന് വേവ് ഫോംസ് തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കൗണ്ടറിൻ്റെ വേവ് ഫോംസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് ഇത് എന്താണെന്നാണ്. ഓക്കെ, ദിസ് ഇസ് എ റിംഗ് കൗണ്ടർ ആണോ, ജോൺസൺ കൗണ്ടർ ആണോ, 3 ബിറ്റ് റിപ്പിൾ കൗണ്ടർ ആണോ, അതോ 4 ബിറ്റ് റിപ്പിൾ കൗണ്ടർ ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് ഇതിലേക്ക് കടക്കാം. നോക്കൂ, ഇവിടെ ക്ലോക്ക് 8 പൾസസ് ഓഫ് ക്ലോക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും പോസിറ്റീവ് എഡ്ജിൽ വെച്ചിട്ട് ഓരോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. Q0, Q1, Q2 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് 3 ബിറ്റ് ആണ്, 4 ബിറ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ജോൺസണോ റിങ്ങോ എന്ത് വേണമെങ്കിലും ആവാം. അപ്പം നമുക്ക് Q2, Q1, Q0 ഒന്ന് ഔട്ട്പുട്ട് എഴുതി നോക്കാം. ഇവിടെ എങ്ങനെയാണ് വരിക? Q2 എന്ന് പറയുമ്പോൾ ആദ്യം 0 0 0. ഓക്കെ, 0 0 0. പിന്നെ വരുന്നത് എന്താ? 0 0 1 അല്ലേ? 0 0 1. പിന്നെയോ 0 1 0 0 1 0. പിന്നെയോ 0 1 1 0 1 1. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇത് റിങ് അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. ജോൺസണും അല്ല കേട്ടോ അത്. അപ്പോൾ അടുത്തത് എന്താ നോക്കൂ, 1 0 0 1 0 0 എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ പോയി നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് 1 1 1 വരെ എത്തുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് സംഭവം? ഇതൊരു 3 ബിറ്റ് റിപ്പിൾ കൗണ്ടർ ആകുന്നു. ഓക്കെ, മറ്റൊരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റിന് വേണ്ടി ആവശ്യം വരും. ഇവിടെ Q0 എത്തിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ 3 ബിറ്റ് റിപ്പിൾ കൗണ്ടർ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് എത്ര സ്റ്റേറ്റുകളുണ്ട്? 2�3 എന്ന് പറയുന്ന 8 സ്റ്റേറ്റുകൾ ഇതിനുണ്ട്. ഓക്കെ, 8 സ്റ്റേറ്റുള്ള 3 ബിറ്റ് റിപ്പിൾ കൗണ്ടറിൽ ഇതിൽ Q0 എത്തുമ്പോൾ ഇത് ഈ ക്ലോക്ക് വേവ് ഫോമിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? ഫ്രീക്വൻസി f/2 ആക്കുന്നുണ്ട് അല്ലേ? കാരണം എന്താ? ഫ്രീക്വൻസി ടൈം പീരീഡ് ഡബിൾ ആയിട്ടുണ്ട് ഇവിടെ അല്ലേ? ഇവിടെ എത്തുമ്പോഴോ ഇത് f/4 ആയിട്ടുണ്ട്. Q1 എത്തുമ്പോൾ ഇത് f/8 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ Q2ൽ ഏറ്റവും MSBക്കകത്ത് ഇതിനെ ഡിവൈഡഡ് ബൈ 8 ആണ് ചെയ്യുന്നത്. ഫ്രീക്വൻസി ഈസ് ഡിവൈഡഡ് ബൈ 8. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ബൈ 8 കൗണ്ടർ എന്നും വിളിക്കുന്നു കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, ഇൻ എ 4 ബിറ്റ് റിപ്പിൾ കൗണ്ടർ ഇഫ് ദ ടൈം പീരിയഡ് ഓഫ് ദി ഇൻപുട്ട് ക്ലോക്ക് പൾസ് ഇസ് 16 മൈക്രോസെക്കൻഡ്, വാട്ട് ഇസ് ദ ടൈം പീരിയഡ് ഓഫ് ഔട്ട്പുട്ട് വേവ് അറ്റ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്? ഓക്കെ, അപ്പോൾ ഒരു 4 ബിറ്റ് റിപ്പിൾ കൗണ്ടർ ആണ് കേട്ടോ. അപ്പോൾ 4 ബിറ്റ് റിപ്പിൾ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ 4 ബിറ്റ് റിപ്പിൾ കൗണ്ടർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? f/16 ആയിരിക്കും അല്ലേ? അപ്പോൾ f/16 എന്ന് വരാൻ കാരണം 2⁴ എന്ന് പറയുന്നത് 16 അല്ലേ? അപ്പോൾ f/16 ആയിരിക്കും അതിൻ്റെ ഇതെന്ന് പറയുന്നത്, ഫ്രീക്വൻസി ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ MSBക്കകത്ത് ടി ക്ലോക്ക് എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ് തന്നിട്ടുള്ളത് കേട്ടോ. 16 മൈക്രോസെക്കൻഡ് ആണെങ്കിൽ അതിൻ്റെ MSBയുടെ ടൈം പീരീഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അതെന്തായിരിക്കും? MSBയുടെ ഫ്രീക്വൻസി ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 16 ആയിരിക്കും. ടൈം പീരീഡ് ആകുമ്പോൾ 16 × 16 ആണ്. അത് 256 മൈക്രോസെക്കൻഡ് ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഡയഗ്രത്തിലെ വേവ് ഫോം ഡയഗ്രംസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ടൈമിംഗ് ഡയഗ്രം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. അടുത്ത ചോദ്യം, what is the ROM address space for 8051 with 8 KB of on-chip ROM? 8 KB of on-chip ROM ഉണ്ടെങ്കിൽ ഇതിൻ്റെ അഡ്രസ് സ്പേസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നോക്കി നോക്കൂ. 8 KB ROM ആണ് കേട്ടോ. അപ്പോൾ 0000 മുതൽ എല്ലാത്തിനും 0000 മുതലാണ് തുടങ്ങുന്നത്. 8 KB വേണമെങ്കിൽ 1 KB വേണമെങ്കിൽ നമുക്കറിയാം, അതായത് ഇപ്പോൾ ദേ 1111 എന്ന് പറയുന്നതാണല്ലോ എഫ് എന്ന് പറയുന്നത്. ഓക്കെ, 1111 എന്ന് പറയുമ്പോൾ 4 ബിറ്റുകൾ വന്നു. ഇതിൽ നിന്ന് 2⁻16 വരെയുള്ളത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. 2⁴, അതായത് 16 വരെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ 2⁻10 എന്ന് പറയുന്നതാണ് 1024 എന്ന് പറയുന്നത് അല്ലേ? 2⁻10 അല്ലേ? അതായത് 10 10 വരണം. അപ്പോൾ ഇവിടെ ഒരു f111 എന്ന് പറയുമ്പോൾ ഒരു എഫും കൂടെ വരും. അപ്പോൾ രണ്ടെണ്ണം കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് 1 KB ആയി. 1024 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1 kBi. ഓക്കെ, 1 kb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 kb കിട്ടിയിട്ടോ. ഇനി ഇതിനകത്ത് നോക്കൂ, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 1 കൂടി ഇട്ടാൽ ഇത് 2 kBi അല്ലേ. 2⁻11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 1024 × 2 എന്ന് പറയുന്നത് അതെന്ന് വെച്ചാൽ 2048 വരും. അപ്പോൾ 2 kBi. ഇനി ഒരെണ്ണം കൂടി ഇട്ട് കഴിഞ്ഞാലോ അത് 4 kBi അല്ലേ. 2048 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4000 വരും. അപ്പോൾ ഇത് 4 kBi. ഇനി ഒരു 1 കൂടി ഇട്ടാലോ അത് 8 kb ആവും. കാരണം 4 kb × 2 എന്ന് പറയുമ്പോൾ 8 kb ആവും. ഓക്കെ, അപ്പോൾ എത്രയാണ് വരിക? 1FFF. ഓക്കെ, അപ്പോൾ ഇതാണ് ഉത്തരം. 0000 മുതൽ 1FFF വരെയാണ് റോം അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 8 kb സ്പേസിലാണ് ഈ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഉത്തരം. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ ബിഹേവിയർ ഓഫ് റീസെറ്റ് പിൻ ഇൻ 8051 മൈക്രോ കൺട്രോളർ? അപ്പോൾ റീസെറ്റ് പിന്നിൻ്റെ ബിഹേവിയർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റീസെറ്റ് എന്ന് പറയുന്നത് RST എന്ന് പറയുന്നത് ആക്റ്റീവ് ഹൈ ആണ് കേട്ടോ. ആക്റ്റീവ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈ പൾസ് കൊടുക്കുമ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഇതാണ് ഉത്തരം. റീസെറ്റ് പിൻ ഈസ് ആക്റ്റീവ് ഹൈ ആൻഡ് റിക്വയർസ് എ ഹൈ പൾസ് ടു ബി ആക്ടിവേറ്റഡ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മാച്ച് ദി ഫോളോയിങ് അഡ്രസ്സിംഗ് മോഡ്സ് വിത്ത് ദിയർ കറസ്പോണ്ടിങ് 8051 ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നോക്കിയേ, ഇതല്ലേ ആഡ് A,R7. ഇതിലെ രജിസ്റ്റേഴ്സ് അല്ലേ എല്ലാം തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഇനി ഡയറക്റ്റ് അഡ്രസ്സിങ്ങിൻ്റെ ഇതെന്താണ്? ഡയറക്റ്റ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി അഡ്രസ്സിലേക്ക് നേരിട്ട് കൊടുക്കുന്നത്. കണ്ടോ, മൂവ് R0 = 40H എന്ന് പറയുന്നതാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് വാല്യൂ അവിടെ തന്നെ കൊടുക്കുന്നതിന്. R5 = #25 എന്ന് പറഞ്ഞാൽ 25ൻ്റെ വാല്യൂ ആണ്, 25 എന്ന് പറയുന്ന വാല്യൂ ആണ് R5ലേക്ക് കൊടുത്തത്. അത് 1 ആണ്. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ എന്താണ്? രജിസ്റ്റർ ഇൻഡയറക്റ്റ്. രജിസ്റ്റർ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, ഇതാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ്. @RO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R0 എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള അഡ്രസ്സിലുള്ള അഡ്രസ്സ്, അത് പോയിന്റർ ആയിട്ടാണ്, അഡ്രസ് പോയിന്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 3. അപ്പോൾ ഇത് വരുന്നത് ഏതാണ്? D ആണ് കേട്ടോ. 1-ന് 2, 2-ന് 4, 3-ന് 1, 4-ന് 3. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, which of the following is an example of passive transducer? പാസീവ് ട്രാൻസ്ഡ്യൂസറിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോട്ടോവോൾട്ടേക് സെല്ല് ആക്റ്റീവ് ആണ് കേട്ടോ. കാരണം എന്താണ്? അതിൽ വെളിച്ചം അടിക്കുമ്പോൾ നമ്മുടെ PV സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ സെല്ലൊക്കെ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ, സൺലൈറ്റ് അടിക്കുമ്പോൾ അതിൽ എന്താ സംഭവിക്കുന്നത്? കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട്. തെർമോ കപ്പിളിലും അതിൽ തെർമോ ഇലക്ട്രിക് EMF ഉണ്ടാകുന്നുണ്ട്. പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറിലായാലും അത് റിവേഴ്സ് ട്രാൻസ്ഡ്യൂസറും കൂടെയാണ്. കാരണം അതിലൊരു മെക്കാനിക്കൽ സ്ട്രെസ് കൊടുക്കുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവുകയും ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുമ്പോൾ അതിനൊരു മെക്കാനിക്കൽ ഡീഫോർമേഷൻ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ആക്റ്റീവാണ്. സ്ട്രെയിൻ ഗേജ് ആണ് പാസീവ് കേട്ടോ. സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. റെസിസ്റ്റീവ്, കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ് ആയിട്ടുള്ള എല്ലാ ട്രാൻസ്ഡ്യൂസറുകളും പാസീവ് ആണ് എന്ന് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഇതൊരു റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. അതായത് ഇത് ഒരു സ്ട്രെയിൻ കൊടുക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസിൽ വ്യത്യാസം വരികയാണ് ചെയ്യുന്നത്. അത് നമ്മളൊരു ബ്രിഡ്ജിൽ വെച്ചിട്ട്, ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ വെച്ചിട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, which characteristics of thermistor makes it extremely suitable for precision temperature control systems? precision temperature control systemത്തിന് ഏറ്റവും നല്ല ക്യാരക്ടറിസ്റ്റിക് ഏതാണെന്നാണ് ചോദ്യം. ലോ തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി കുറഞ്ഞാൽ ശരിയാവില്ല, കാരണം ടെമ്പറേച്ചർ മെഷർ ചെയ്യണ്ടേ. ഹൈ റെസിസ്റ്റൻസ് വേരിയൻസ് വിത്ത് ടെമ്പറേച്ചർ. ശരിയാണ്. റെസിസ്റ്റൻസ് നല്ലോണം മാറണം. ചെറിയ ടെമ്പറേച്ചർ വ്യത്യാസത്തിന് പോലും നല്ലോണം റെസിസ്റ്റൻസ് മാറിയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്കത് കൃത്യമായിട്ട് പ്രിസിഷനായിട്ട്, കറക്റ്റ് പ്രിസൈസ് ആയിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം, which of the following is not an advantage of LVDT? ഇതിൽ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത്. LVDT എന്ന് പറഞ്ഞാൽ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ആണ്. അതൊരു ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. ഇനി ലീനിയാരിറ്റി ഉണ്ട് അതിന് കേട്ടോ. റഗഡ്നെസ് ഉണ്ട്, ഹൈ സെൻസിറ്റിവിറ്റി ഉണ്ട്, ഹൈ ഹിസ്റ്റീരിസിസ് ഉണ്ട്. അത് അഡ്വാൻറ്റേജ് അല്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ്. അപ്പോൾ B ആണ് ഉത്തരം. വാട്ട് ഈസ് ദി ആൻസർ? D is the answer. അടുത്ത ചോദ്യം, in an inductive transducer, ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൽ increasing reluctance will, ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആവട്ടെ ഏതൊരു ഇൻഡക്ടറോ ആവട്ടെ, അതിൽ കോറിൻ്റെ
റിലക്റ്റൻസ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇൻഡക്റ്റൻസ് കുറയ്ക്കുകയല്ലേ. കാരണം ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് ഫീൽഡിൽ എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഒരു സർക്യൂട്ടിൻ്റെ കഴിവിനെയാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാക്കുന്നതിനോട് റെസിസ്റ്റൻസ് കാണിക്കുന്നതാണ് റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേത് കുറയും കേട്ടോ. The current flow that occurs when two dissimilar conductors are joined to form a thermocouple is primarily due to, ഇത് ശരിക്കും സീബക്ക് ഇഫക്റ്റ് ആണ് കേട്ടോ. തോംസൺ, പെൽറ്റിയർ, സീബക്ക് ഈ മൂന്ന് പേരും ഏകദേശം ഒരേ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഹോൾ ഇഫക്റ്റ് വേറെയാണ്. ഇത് മൂന്നും എന്താണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അതായത് സീബക്ക് ഇഫക്റ്റ് പറയണത് എന്താണെന്നറിയോ? ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, അതാണ് എന്തിൻ്റെ പ്രിൻസിപ്പിൾ? തെർമോകപ്പിളിൻ്റെ പ്രിൻസിപ്പിൾ കേട്ടോ. അപ്പോൾ എന്താണ് ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം EMF ഉണ്ടാവും എന്ന് സീബക്ക് പറഞ്ഞു. അതേ കാര്യം തിരിച്ചിങ്ങോട്ട് പറഞ്ഞു, തെർമോകപ്പിളിനൊക്കെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവുന്നു. ഇനി തോംസൺ എന്ത് പറഞ്ഞു? ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്തിട്ട് സീബക്ക് കോഎഫിഷ്യൻ്റ് ഉണ്ടാവും, അത് ടെമ്പറേച്ചർ അനുസരിച്ച് മാറുമെന്നും തോംസൺ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ഉത്തരം എന്താണ്? സീബക്ക് ഇഫക്റ്റ് ആണ് നമ്മൾ പറഞ്ഞതിൻ്റെ ഉത്തരം. അതായത് എന്താ? അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ഉത്തരം എന്താണ്? The current flow that occurs when two dissimilar conductors are joined to form a thermocouple is primarily due to Seebeck effect. Seebeck ആണ് ശരിക്കും തെർമോകപ്പിളിൻ്റെ ഇത് കേട്ടോ, ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതോടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ വരുന്നതാണ്. താങ്ക് യു.